ാണ് കേട്ടോ 25 യുവാൻ. 25 യുവാൻ എന്ന് പറയുമ്പോ 7, 14, 21, 28 ഒരു 300-320 രൂപ അടുപ്പിച്ചായിട്ടുള്ളൂ. 320 രൂപയ്ക്ക് അത്രയും കഴിക്കാൻ പറ്റി. അത് കുഴപ്പമില്ല കേട്ടോ, അത് അത്യാവശ്യം ചീപ്പ് തന്നെയാണ്. ഇന്ത്യ വെച്ച് ചീപ്പ് എന്നല്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും വലിയ വിപ്ലവകാരി ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല ആരാണെന്ന് കേട്ടോ. നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ള് പൊടിയായോണ്ടാണ് കേട്ടോ. എയർ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഈ കാണുന്നതൊക്കെ ബൈക്കിന് പോകാനുള്ള ലൈനാണ് കേട്ടോ. ഈ കാണുന്ന ബൈക്കിനും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിനും. നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു മാളിലോട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു മാൾ. നമ്മൾ മാള് സമയമുണ്ട് കേട്ടോ. അടിപൊളി കാറുകളാണ് കണ്ടില്ലേ, പല ചൈനീസ് കാറുകൾ ഇവിടെ ഉണ്ട്. നല്ല രസവും നല്ല ഫങ്ഷൻസ് ഒക്കെ ഉള്ളതാണ്. ചൈനയിലെ ഒരു KFCയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ എന്തൊക്കെ ബ്രാൻഡാണ്. KFC അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. ലോക്കൽ ഫുഡിനെയും കാട്ടി വിലയുള്ള സംഭവങ്ങളും കൂടിയാണെന്ന് എനിക്ക് തോന്നി. നമ്മളിങ്ങനെ നടന്ന് നീങ്ങുവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെയുള്ള സ്കൂട്ടർ എല്ലാം അടിപൊളി. ഇതാ കോമഡിയാണ് കേട്ടോ. ഇത് കോമഡിയല്ല, ചില സ്കൂട്ടറുകളുണ്ട് കണ്ടില്ലേ. ഇതാണ് കേട്ടോ കോമഡിയാണ് കേട്ടോ. ഈ വണ്ടികൾ കാണാൻ നല്ല രസമുള്ള ചെറിയ സ്കൂട്ടറുകളാണ്. ഇലക്ട്രിക്കും നമുക്ക് മറ്റേ ചവിട്ടിയും പോവാം, സൈക്കിൾ പോലെ ഇങ്ങനെ ചവിട്ടിയും പോകാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മളൊരു ബസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ബസ് കിട്ടുമോ അതോ നമ്മൾക്ക് 101 എന്ന് പറയുന്ന ഈ ബസ്സിൽ കയറിയാണോ പോകാനായിട്ട് കേട്ടോ, അറിയില്ല എന്താന്ന് കേട്ടോ. വണ്ടിയെല്ലാം ഉണ്ടാകുന്നോ. യു വാണ്ട് ടു സേ സംതിങ്? ഈസ് ഇറ്റ് കോൾഡ്? നമ്മളൊരു ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ, പുള്ളിക്കാരൻ എവിടെ പോകുന്നു? ഓ, ബസ് വരുന്നു എന്നാണ് പറയണ. ഓക്കെ. നമ്മൾ ഈ കാണുന്ന ഇതിന്റെ അകത്താണ് കേട്ടോ ഇടേണ്ടത്. 2 ഓക്കെ, നോട്ട് ടിക്കറ്റ് ഫിനിഷ്. 1 യുവാനാണ് കേട്ടോ ഒരാൾക്ക് വരുന്നതെന്ന് പറയുമ്പോൾ. 1 യുവാനാണ് വരുന്നത്. അപ്പോൾ QR വെച്ച് നമുക്ക് പൈസ പേ ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളൊരു ബസ്. പുള്ളിക്കാരൻ പാവം എണീറ്റ് ഇന്ന് കൊടുക്കണം കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൾക്ക് വേണ്ടി. പുള്ളിക്കാരൻ എന്തോ കാണിക്കുന്നത്. താങ്ക് യു പറഞ്ഞാണോ കാശ് ചോദിക്കുന്നതാണോ? നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിരിക്കുവാണ്. ഇവിടെ എൻ്റെ പട്ടാളത്തിന്റെ വണ്ടികളൊക്കെയാണല്ലോ കിടക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ. നല്ല രസമുണ്ട് കണ്ടില്ലേ, എയർപോർട്ട് പോലെ തോന്നുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഓ, അതിലേക്കടാ. ഓ, ഇതിലേക്കടാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് പ്ലസ് ടിക്കറ്റ്. ഇത് വഴി എൻ്റെ അമ്മ കൊള്ളാം. പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് അകത്ത് കയറ്റിയത്. അതിൻ്റെ ഇവിടെ ചെക്ക് പോയിന്റ് ആണ്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 5 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്. 2 ടിക്കറ്റിന് 138 യുവാൻ, 140 യുവാൻ. അതായത് 140 എന്ന് പറയുമ്പോൾ 1400. ഹായ്. എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നല്ല കമ്പനി, ഫോട്ടോ എടുക്കും. ചൈനീസ് പീപ്പിൾ ആർ സോ ഫ്രണ്ട്ലി, റൈറ്റ്? അതർ റീസൺ ഈസ് ലൈക്ക് നമ്മൾ ഈ ഒരു റീജിയനിലാണ്, വെസ്റ്റേൺ റീജിയനിലാണ്, ഈസ്റ്റിൽ, അതായത് ബെയ്ജിങ് ഷങ്കായിലൊക്കെ പോയാൽ അത്ര ഇതൊന്നും വരില്ലായിരിക്കും കേട്ടോ. വാഷ്റൂം സംഭവങ്ങളൊക്കെയാണ് ഇവിടെയുള്ള ട്രെയിൻ സ്റ്റേഷൻ്റെ അകത്തുള്ള വാഷ്റൂമൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരം, എന്ത് നീറ്റ് ആൻഡ് ക്ലീന്. കണ്ടേ, ഇത് നമ്മുടെ ശുചിമുറിയാണ്. ശുചിമുറിയും അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട ഇവിടെ മൂത്രപ്പുരയും. ഇവിടെ തന്നെ നമ്മുടെ മസാജ് സെൻറ്റർ. പിന്നീട് തോണ്ടേ അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ആ കാണുന്ന അകത്തൂടെയാണ് നമുക്ക് ഇനി ഉള്ളിലോട്ട് കയറി പോകേണ്ടത്. ഇവിടെ കണ്ടില്ലേ മസാജ്, നമുക്ക് ഇവിടെ കിടന്ന് ആസ്വദിക്കാനുള്ള ഇതുണ്ട്. പിന്നീട് ഇവിടെ കുറേ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്കുകൾ. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ട്രെയിൻ നമ്പർ K9758 ആണ്. അപ്പം നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് കയറാം. കണ്ടില്ലേ, ഇപ്പം കണ്ടേ നമ്മുടെ ട്രെയിൻ നമ്പർ ഇട്ടു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ലൈനായിട്ട് കയറാം. ആളുകളെല്ലാം ഓടി വരുന്നുണ്ട് നമ്മുടെ ട്രെയിനിൽ കയറാൻ. ഫൈനലി എനിക്കിവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി കരോള കണ്ട് എൻട്രി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ, അങ്ങനെ ലേറ്റായതോ അവിടെ ഓടുവാണ് കേട്ടോ ഒരാൾ, ഉസൈൻ ബോൾട്ടിനെ പോലെ. ഈ കാണുന്ന ഇവിടുത്തെ ട്രെയിനിന്റെ ചിത്രങ്ങളൊക്കെയാ. ഇവിടെ കണ്ടില്ലേ, എൻ്റെ പ്ലാറ്റ്ഫോം തോട്ടെ അവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് എനിക്ക് താഴോട്ട് പോകേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 23.
അയ്യോ ഫൈനലി നമ്മുടെ ട്രെയിൻ അടച്ചോ. 15 ആണ് കേട്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് കേട്ടോ ട്രെയിൻ. നല്ല രസമുള്ള ചെയ്യാൻ. അപ്പുറത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്തോണം അപ്പുറത്ത് കിടക്കുന്നത്. ഇപ്പുറത്തെ ഓയിൽ ടാങ്കർ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലുള്ള സ്നാക്സ് ഫുഡൊക്കെ വിൽക്കുന്നുണ്ട്, കടകളുണ്ട് കേട്ടോ. നമ്മളല്ല നോ 15 നോ നോ യു കാം. നല്ല സ്ലീപ്പർ ട്രെയിനാണ് കേട്ടോ. നമ്മളെ ചതിച്ചതാ. ഇവിടെ താണ്ടേ. താങ്ക് യു. ഇവിടെ കണ്ടില്ലേ ഓരോ ബോഗി നമ്പറും. ഇവിടെ ചെറിയൊരു വാഷ്റൂം സംഭവങ്ങളാണ് കേട്ടോ. ഹലോ 830 ഇന്ത്യൻ റുപ്പീസ്. 4 മണിക്കൂറാണ് കേട്ടോ ഇതിന്റെ. ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതിന്റെ അകത്താണ് കേട്ടോ. ഓ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. ഈ കാണുന്നതാണ് ചൂടുവെള്ളവും ചൂടല്ലാത്ത വെള്ളം. ഓ ഇതാണ് കേട്ടോ, നല്ല രസമുണ്ടല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. ഇവിടെ 1 2 3 6 പേർക്ക് കിടക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഹീറ്ററും സംഭവമൊക്കെ ഉണ്ട്. ഈ കാണുന്ന ചെയറാണ് കേട്ടോ, ഇവിടെ സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന ചെയറാണ്. ഇതാണ് ബെഡ്. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഞാൻ സ്ലീപ്പർ എന്നും പറഞ്ഞാണ് സത്യത്തിൽ ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇവര് വന്നിട്ട് ഡോറ് ഓക്കെ താങ്ക് യു. ഇവിടെ ഫുള്ള് ബൈ ബൈ. നല്ല ആൾക്കാരാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലി. ഇവര് വന്നിട്ട് വേണം എല്ലാവർക്കും എന്താ പറയാ ഡോറ് തുറന്നു തരാനും ഡോർ അടയ്ക്കാനും സംഭവങ്ങളൊക്കെ. നമ്മൾ തിരിച്ച് നമ്മുടെ ഇതിലോട്ട് പോവാണ്. കൊള്ളാം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിക്കളിക്കും. ഇവിടെ അവര് വൃത്തിയാക്കുവാണ് കേട്ടോ തറയൊക്കെ. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. How do you enjoy Chinese bullet train? I love the view. You can like see so nicely from sitting here. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് കാണാൻ. ഇവിടെ കണ്ടില്ലേ, ഇത് കറക്റ്റ് അന്ന് നമ്മൾ കെനിയയിൽ ഞാനും കരോളയും എടുത്ത പോലത്തെ സെയിം ട്രെയിനിന്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് നമുക്ക് പൊക്കാം. ഇനി ഇത് പൊക്കണം എങ്ങനെയാന്ന് കേട്ടോ. ഇത് താന്നു തനിയെ പൊങ്ങുകയും ചെയ്യും. നമ്മൾ കുറേ എന്തൊക്കെ ആക്കി പോവുകയാണ് കേട്ടോ. കുറെ പുഴകളും പാലങ്ങളൊക്കെ കടന്നാണ് പോകുന്നത്. ഇവിടെ കൂടെ പോവുകയാണ് കേട്ടോ. ഫുള്ള് സ്നോ ആണ്. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഈ കിടക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണോ കണ്ടിട്ട് അറിയില്ല കേട്ടോ. ഈ കാണുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഈസ്റ്റ് ഭാഗത്തോട്ടാണ്, ചൈനയുടെ ഈസ്റ്റ് ഭാഗത്തോട്ടാണ് ധാരാളം ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഫൈനലി നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ ജേണി കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. എല്ലാ ആൾക്കാരും ഇതാ ഇവിടെ വരിവരിയായിട്ട് ഇറങ്ങുവാണ്. എന്റെ അമ്മോ നല്ല തണുപ്പ് കേട്ടോ പുറത്തിറങ്ങിയപ്പോ. സോ കോൾഡ് റൈറ്റ്. നമ്മള് ട്രെയിനിൽ നിന്ന് വന്നിറങ്ങി. ഇതാ ഈ കാണുന്നതാണ്. ഓ ഇതാണ് കേട്ടോ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ. അടിപൊളിയാട്ടോ. ഇവിടെ ടാക്സി ബസ് അങ്ങോട്ടുള്ള വഴികളൊക്കെയാണ്. അടിപൊളിയല്ലേ. ലുക്സ് ലൈക്ക് എയർപോർട്ട്. അടിപൊളി അല്ലേ. ആ ഇവര് നമ്മളെ ഡിന്നറിന് കൊണ്ടുപോവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ചേട്ടനും ചേച്ചി കല്യാണം കഴിച്ചവരാണ്. ഇവര് നമ്മളെ ഡിന്നറിന് വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ നമ്മൾ പിന്നെ പോവാന്ന് വിചാരിച്ചു. ഉറുംചിയിലേക്ക് സ്വാഗതം. നമ്മള് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാര് ബോർഡൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ടാക്സിക്കാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ ബന്ധുക്കള് വിളിക്കാൻ അവരെയൊക്കെ ആയിരിക്കും കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന. കണ്ടില്ലേ, നമ്മളല്ല എന്തായാലും നമ്മളിനി പോട്ടെ. കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വലിപ്പമുള്ള ഹോട്ടലാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് സ്നോയും നല്ല തണുപ്പും. കാണുന്നതാണ് നമ്മുടെ ഉറുംചി റെയിൽവേ സ്റ്റേഷൻ. എന്താണ്ട് ഊറൂംചി എന്ന് അറബിക്കിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇത് കണ്ടില്ലേ, ഇത് കണ്ടാൽ നമുക്ക് എയർപോർട്ട് പോലെയാണ് തോന്നുന്നത്. താഴ്ന്ന് വീണ്ടും മുകളിലോട്ടുള്ള നിലയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാവുന്ന ഒരു എൻട്രി ആണ്. ഇവിടെ ഫുള്ള് ടാക്സിയുടെ ഇതാണ് കേട്ടോ. ആ കാണുന്ന ഹോട്ടൽ റൂമുകൾ, ഹോട്ടൽ ബിൽഡിങ്ങുകളെന്തോ അവിടെ കണ്ടില്ലേ ഒരു ബിൽഡിങ്. ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളാണ് കേട്ടോ. എല്ലാ ബിൽഡിങ്ങുകളും ഇവർ ലൈറ്റ് ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കും. പുള്ളിക്കാരൻ ടാക്സി ഒപ്പി പോവാണ്.